ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഖ IPS നോവലിൻ്റെ തുടർച്ചയാണ്. അധ്യായം 24 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നോവലിലേക്ക് പോയാലോ. വിജയചന്ദ്രൻ ആ ബെൽറ്റ് ഒന്നുകൂടി ഉയർത്തി വീശി. അയ്യോ സാറേ! ബഹളം കെട്ട് അടുക്കളയിൽ നിന്നും ഓടി വന്ന ശാന്തമ്മ വിജയചന്ദ്രന് മുമ്പിൽ കൈകൂപ്പി തൊഴുതു. തലല്ലേ സാറേ, ഇവിടെ ഇന്നൊരു മംഗളകർമ്മം നടക്കാൻ പോവുകയല്ലേ. ആൻറ്റിയും കല്ലുമോളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ സാറേ, പൊടി. വിജയചന്ദ്രൻ സൂര്യഘോളമായി ശാന്തമ്മയ്ക്ക് നേരെ എരിഞ്ഞു വിരൽ ചൂണ്ടി. അവർ ഭയന്ന് പിന്മാറി. എങ്കിലും പറഞ്ഞു, ആ കുഞ്ഞിനെ പെണ്ണ് കാണാൻ വരുന്നവർ ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാൽ സാറിന് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. ശാന്തമ്മ അടുക്കളയിലേക്ക് തിരികെ നടന്നു. ചി! വിജയചന്ദ്രൻ ബെൽറ്റ് അരിശത്തോടെ തറയിലേക്ക് ആഞ്ഞടിഞ്ഞു. ടൈലിട്ട തറയിലൊരു പാമ്പിനെ പോലെ പത്തിയും നീട്ടി അത് ചുരുണ്ട് കിടന്നു. അടുക്കളപ്പണിക്കാരെ വരെ തന്നെ കുറ്റപ്പെടുത്തുന്നു. നീയൊക്കെ കാരണം. വിജയചന്ദ്രൻ തറയിൽ ആഞ്ഞു ചവിട്ടി. അടുക്കളപ്പണിക്കാരിക്കും മനസ്സിലായി ഒരു മജിസ്ട്രേറ്റായിട്ടും അച്ഛൻ്റെ ഭാഗത്ത് നീതിയില്ലെന്ന്. കല്യാണി അടികൊണ്ട വേദന കടിച്ചൊതുക്കിക്കൊണ്ട് പറഞ്ഞു, ഒട്ടും മടിക്കാതെ. ഏട്ടൻ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിവാഹം നടക്കുമ്പോൾ പെണ്ണ് കാണൽ മുതലുള്ള എല്ലാ ചടങ്ങുകളും ഏട്ടന് മുമ്പിൽ തന്നെ നിന്ന് നടത്തണമെന്ന്. വിജയചന്ദ്രൻ മകളുടെ കൂസലില്ലായ്മ തുറിച്ച നോട്ടത്തോടെ കണ്ടു. എൻ്റെ ഏട്ടനും ഞാൻ ഒറ്റ അനിയത്തിയുള്ളൂ. ഏട്ടൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും മീതെ മണ്ണ് വാരിയിട്ട ഒരു മംഗളകർമ്മത്തിന് ഇറങ്ങി നിൽക്കാൻ എനിക്കാവില്ല അച്ഛ. അച്ഛൻ എന്നോട് പൊറുക്കണം. ധിക്കാരി! വിജയചന്ദ്രൻ അമർഷം കൊണ്ടു. ഇതാണ് അച്ഛൻ്റെ കുഴപ്പം. കല്യാണം വിട്ടില്ല. അച്ഛൻ ചൂണ്ടിക്കാട്ടുന്ന ഒരുവന് മുമ്പിൽ മറു ചോദ്യമില്ലാതെ താലിക്കായി തലകുനിച്ചു നിന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ പൊന്നുമകളായി. ഇപ്പോഴോ ഒരു വാക്ക് മാറ്റി പറഞ്ഞപ്പോൾ അസത്തായി, ധിക്കാരിയായി. സ്നേഹം ഇതാണോ അച്ഛ? നീ എന്നെ സ്നേഹം പഠിപ്പിക്കണ്ട. വിജയചന്ദ്രൻ മകളെ തുറിച്ചു നോക്കി. തോളത്തെ ബെൽറ്റിനേറ്റ അടിയുടെ നീറ്റൽ പോലും മറന്ന് ശോഭയും കല്യാണിയെ പകച്ചു നോക്കി. വിജയേട്ടൻ്റെ നേരെ നിന്ന് ഇവളെന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? ഞാൻ അച്ഛനെ സ്നേഹം പഠിപ്പിച്ചതല്ല അച്ഛ. ഒട്ടും പ്രകോപിതയാവാതെ കല്യാണി പറഞ്ഞു. എൻ്റെ വിവാഹവും അതിൻ്റെ ആഘോഷവും ഈ വീട്ടിലെ എല്ലാവരുടെയും സ്വപ്നവും ആഹ്ലാദവുമായിരുന്നു. അതിൽ നിന്നും ഏട്ടൻ്റെ പേര് ഇത്രയ്ക്ക് ക്രൂരമായി വെട്ടിമാറ്റാൻ അച്ഛൻ എങ്ങനെ കഴിഞ്ഞു? അത്രയ്ക്കും എന്ത് തെറ്റാണ് ഏട്ടൻ ചെയ്തത്? വിജയചന്ദ്രൻ ശോഭയുടെ മുഖത്തേക്ക് നോക്കി. ശോഭയുടെ മുഖത്തും അതേ ചോദ്യം ഉണ്ടായി. ഏട്ടൻ ഒരു വിവാഹം കഴിച്ചു. അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ ഏട്ടനെ പ്രേരിപ്പിച്ചത് അച്ഛൻ തന്നെയല്ലേ? കല്ലുമതി, വിജയേന്ദ്രൻ പറഞ്ഞു. അച്ഛനെ ബെൽറ്റ് വെച്ച് നീ എന്നെ തല്ലണോ? തല്ലിക്കോ. എന്നാലും എനിക്കിത് എപ്പോഴെങ്കിലും പറയാതെ വയ്യച്ച. കല്യാണി അതേ നിലയിൽ തന്നെ നിന്ന് തുടർന്നു. വൈകേച്ചി ഏട്ടന് ചോദിച്ച കുട്ടിയാണ്. ആദ്യം പറഞ്ഞത് അച്ഛനാണ്. അച്ഛൻ പറഞ്ഞപ്പോൾ ഏട്ടനത് സമ്മതിച്ചു. പിന്നെ മനസ്സുകൊണ്ട് അവർ തമ്മിലെടുത്തു. ആ വീട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ബന്ധം വേണ്ടെന്ന് വെക്കാനും അച്ഛനെ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ മനസ്സ് തിരിച്ചെടുക്കാൻ ഏട്ടനെ കഴിഞ്ഞില്ല. അതാണോ അച്ഛ ഏട്ടൻ്റെ കുറ്റം? വിജയേന്ദ്രൻ തറഞ്ഞു നിന്നു. അച്ഛനുമായി വഴക്കിട്ട് ഏട്ടൻ എവിടെ പോയി നിന്നു? എന്നിട്ട് മാന്യമായ ഒരു ഫ്ലാറ്റ് വാങ്ങി താമസിക്കുകയായിരുന്നില്ലേ? അവിടെ വൈകേച്ചി എന്തിനാണ് ചെന്നതെന്ന് പോലും ഒന്ന് അന്വേഷിക്കാതെ പാതിരാത്രി ആളെ കുട്ടിച്ചെന്നത് അച്ഛനല്ലേ? അച്ഛൻ്റെ ഈ കുടുംബത്തിൻ്റെയും എന്തിന് ഈ എൻ്റെ പോലും അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഏട്ടൻ വൈകേച്ചിയുടെ കഴുത്തിലൊരു താലി കെട്ടി. അന്ന് ഏട്ടനത് ചെയ്യാതിരുന്നെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. പത്രത്തിലും ചാനലിലും ഈ വീടും അച്ഛനും വരെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. കല്യാണി വിരൽ ചൂണ്ടി. അങ്ങനെയൊന്നും നടന്നിരുന്നെങ്കിൽ ഡോക്ടർ ദത്തനും കുടുംബവും ഇന്നിവിടെ അച്ഛൻ്റെ മകളെ കാണാൻ വരുമായിരുന്നു. പറയച്ച. വിജയചന്ദ്രൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. കല്യാണി അത് ശ്രദ്ധിച്ചു. അവൾക്ക് ഉത്സാഹമായി. അതിലൊക്കെ ഉപരിയായി ഞാനൊന്ന് ചോദിക്കട്ടെ? വിജയചന്ദ്രൻ്റെ നെറ്റിയിൽ ഒരു വര കൂടി വീണു. ഡോക്ടർ ദത്തൻ്റെയും വീട്ടുകാരുടെയും മുമ്പിൽ അച്ഛൻ എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും ഏട്ടനെ? കല്യാണിക്ക് ആവേശമായി. അച്ഛനെ നന്നായിട്ടറിയാവുന്ന DIG ശാന്തംപിള്ളയുടെ പെങ്ങളും കുടുംബവുമാണ് വരുന്നത്. അച്ഛനെ ഞാൻ മാത്രമല്ല ഒരു മകനും കൂടെ ഉണ്ടെന്ന് അറിയാതെ വരുമോ DIGക്ക്? സ്വന്തം മക്കളുടെ എണ്ണം കുറച്ചു പറയുന്ന ഒരാളാണോ മജിസ്ട്രേറ്റ് വിജയചന്ദ്രനെന്ന് അവരിൽ ഒരാളെങ്കിലും ചോദിച്ചു പോയാൽ എൻ്റെ അച്ഛൻ്റെ അഭിമാനം സുപ്രീം കോർട്ടിൽ ചെന്നാൽ പോലും ആ പഴയ നിലയിലാക്കാൻ പറ്റുമോ അച്ഛൻ? വിജയചന്ദ്രൻ ശരിക്കും ആ സത്യത്തിന് മുമ്പിൽ പകച്ചുപോയി.
മകളുടെ ആ ചോദ്യം കേട്ട് പകച്ചു നിൽക്കുകയാണ് ശോഭയും. ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്ന് ചോദിക്കാൻ തനിക്കിതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ വിജയചന്ദ്രൻ കണ്ണുകൾ ഇറുക്കെ അടച്ചുപൂട്ടി. എന്നിട്ടും ആ മിഴികൾക്ക് മുമ്പിൽ കറുത്ത കോട്ടിട്ട് തൻ്റെ മകൾ ഘോരഘോരം വാദിക്കുന്നു. പ്രതിക്കൂട്ടിൽ താൻ നിൽക്കുന്നു. താനാണോ കുറ്റവാളി? എന്തൊരു വിധിയാണിത്! വിജയചന്ദ്രൻ കണ്ണുകൾ തുറന്നു. പോക്കറ്റിൽ കിടന്നത് മൊബൈലെടുത്തു. അതിലൊരു നമ്പർ തെരഞ്ഞു. ആരെയാണ് വിജയചന്ദ്രൻ വിളിക്കുന്നത്? ദത്തൻ്റെ വീട്ടുകാരെയാണോ? ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ കല്യാണിയും ശോഭയും പകച്ചു. വിജയചന്ദ്രൻ പക്ഷെ കോളിങ്ങിലിട്ട നമ്പർ കാർത്തികിൻ്റേതായിരുന്നു. രാവിലെ എണീറ്റപടി ഒന്നിനും താല്പര്യമില്ലാതെ ഉദാസീനായി സെറ്റിയിൽ കിടക്കുകയായിരുന്നു കാർത്തിക്. ഇന്ന് കല്ലുവിൻ്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. അച്ഛനോ അമ്മയോ കല്ലുവോ പോലും തന്നോട് ആ വിവരം പറഞ്ഞിട്ടില്ല, ചെല്ലാൻ ക്ഷണിച്ചില്ല. എത്ര പെട്ടെന്ന് സ്വന്തം വീട്ടുകാർക്ക് താൻ അധികപ്പറ്റായി, കല്ലുവിന് പോലും. ആ സങ്കടത്തിലായിരുന്നു അവൻ. അപ്പോഴാണ് ബെല്ലടിച്ചത്. കാർത്തിക് കണ്ടു. അച്ഛൻ കോളിങ്. അമ്പരപ്പോളെ അവൻ പിടഞ്ഞെഴുന്നേറ്റു. കോൾ അറ്റൻഡ് ചെയ്തു. കാർത്തിക്, ഞാൻ നിൻ്റെ അച്ഛനാണ്. ഹൃദയം പിടയ്ക്കുന്നത് കാർത്തിക് അറിഞ്ഞു. അച്ഛൻ പറയൂ. അവൻ ഹൃദയം തുളുമ്പുന്ന ആഹ്ലാദം ശബ്ദത്തിൽ വരുത്താതെ പറഞ്ഞു. ഇന്ന് നിൻ്റെ അനിയത്തി കല്ലുവിന് വേണ്ടി വിവാഹാലോചിക്കാൻ ഒരു പയ്യൻ ഇവിടെ വരുന്നുണ്ട്. ഡോക്ടറാണ്. നല്ല കുടുംബം. കാർത്തിക് മിണ്ടില്ല. നിന്നോട് ഇപ്പോഴാണോ പറയുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പോഴേ പറയാൻ കഴിഞ്ഞുള്ളൂ. അതാണ് എൻ്റെ ആൻസർ. കാർത്തിക് മൗനം. പയ്യനും വീട്ടുകാരും 10 മണിക്ക് ഇവിടെ വരും. ഇപ്പോൾ സമയം 9:30. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും ആരുടെ അടുത്തായാലും അതെല്ലാം വിട്ട് 10 മണിക്കുള്ളിൽ ഇവിടെ വരണം. വന്നില്ലെങ്കിൽ ഇന്നിവിടെ ഈ ചടങ്ങ് നടക്കില്ല. കാർത്തികിൻ്റെ ഉള്ളം നാളി. ഞാൻ പറഞ്ഞത് നീ കേട്ടോടാ? കേട്ടു. എങ്കിലും ഉടൻ പുറപ്പെട്ടോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കാർത്തിക് മെല്ലെ പറഞ്ഞു. നീ തനിച്ചു വരില്ല, അതല്ല നീ പറയാൻ വരുന്നത്? വിജയേന്ദ്രൻ ഇടയിൽ കയറിച്ച് വെച്ചു. കാർത്തികിൻ്റെ ഹൃദയം നൊന്തു. നീ തനിച്ചു വരണ്ട, അവളെയും കൂട്ടിക്കും. നീ താലി കെട്ടിയ പെണ്ണിനെ. ഓക്കെ? വിജയേന്ദ്രൻ പറഞ്ഞു. അച്ഛാ. കാർത്തികിൻ്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് രമ്പിയാർത്തു. കോള് കട്ടായി. ഒരു ചെറിയ കുട്ടിയെപ്പോലെ അവൻ റൂമിലൂടെ ചാടുകയും മറിയുകയും വട്ടമിട്ടോടുകയും ചെയ്തു. വിജയേന്ദ്രൻ മൊബൈൽ ഓഫാക്കുന്നത് കണ്ടു നിന്നിരുന്ന ശോഭയും കല്യാണി മന്ദം വിട്ടു നോക്കിയിരുന്നു. എന്താണീ പറഞ്ഞത്? വൈകിയും കുട്ടി നമ്മുടെ മോർണിംഗ് വരാനോ? ശോഭ ഉദ്യോഗത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ മജിസ്ട്രേറ്റ് അല്ല, പ്രായമായ ഒരു മകളുടെയും മകൻ്റെയും അച്ഛൻ മാത്രമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വിജയചന്ദ്രൻ്റെ സ്വരം ശാന്തമായിരുന്നു. അവൻ വാശിക്കാരനാണ്. വൈകിയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല അവൻ വരാതിരുന്നത്. എന്നെ തോൽപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രായമായ ചോര തന്നെ അല്പം താണു കൊടുക്കാമെന്ന് കരുതി. വിജയേന്ദ്രൻ ശോഭയെ നോക്കി. നിന്റെ കണ്ണുകൾ പെട്ടെന്ന് തോരട്ടെ എന്ന് കരുതി. എന്താ പോരെ? ശോഭയുടെ മറുപടി കൂപ്പുകരങ്ങളായിരുന്നു. അച്ഛാ. കല്യാണിക്കും സങ്കടം വന്നു. അച്ഛനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണേ അച്ഛാ. കല്യാണി വിജയേന്ദ്രൻ്റെ കാൽക്കിലിരുന്നു. അദ്ദേഹം അവളെ പിടിച്ചു വരുത്തി. നീ പറഞ്ഞതത്രയും നിൻ്റെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം മോളെ. നിൻ്റെ ശക്തമായ വാദം ഒരു നിമിഷം മാറ്റി ചിന്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി. അതുകൊണ്ട് മോളെ തകർത്ത് വിഷമിക്കണ്ട. കല്യാണി നിറഞ്ഞു തൂവിയ മിഴികൾ തുടച്ചു. മോള് പോയി വേഗം റെഡിയാക്ക്, വിജയേന്ദ്രൻ പറഞ്ഞു. ശരിയച്ച. കല്യാണി മുകളിലേക്ക് ഓടി. കുളിമുറിക്കുള്ളിൽ കയറി 100 മൈൽ സ്പീഡിലായിരുന്നു അവളുടെ ചലനങ്ങൾ. പിന്നെ വൈഗ ഒന്നാന്തരം പട്ടുസാരി സെലക്ട് ചെയ്തു. വേഗം ഉടുത്തൊരുങ്ങി നിൽക്ക്. 5 മിനിറ്റുള്ളിൽ ഞാൻ വരും. അച്ഛൻ ക്ഷണിച്ചിരുന്നു. നമ്മളെ ഒരുമിച്ച് ആ വീട്ടിലേക്ക് എത്തണം. ഒരു സെക്കൻഡ് പോലും പാഴാക്കാനില്ല. കാർത്തിക് വൈകിയെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് വേഗം ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തു. കാർത്തിക് അമ്പാടിയിൽ ചെല്ലുമ്പോൾ വൈഗ പട്ടുസാരി ഞെറിഞ്ഞെടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. പീക്കോക്ക് ബ്ലൂവിൽ മെറൂൺ കോൺട്രാസ്റ്റ് ശരികളുള്ള ആ സാരി അവളുടെ അഴക് ഇരട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തുണ്ടായി? കാർത്തികിനെ കണ്ടപാടെ വൈഗ ചോദിച്ചു. അതും ഇന്ന് കല്ലുവിൻ്റെ പെണ്ണുകാണൽ ചടങ്ങ് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ. വൈഗയോടൊപ്പം നിന്നിരുന്ന ദേവികയും ഈശ്വരിയും ചോദിച്ചു. ബുദ്ധി കല്ലുവിൻ്റേത് തന്നെയാണ് അച്ഛമ്മ, കാർത്തിക് പറഞ്ഞു. അവളും അല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞ വിവാഹാലോചനയ്ക്ക് നിരൂപാധികം അവൾ സമ്മതം മൂളി. പക്ഷെ ഇന്ന് അവൾ ഡിമാൻഡ് വെച്ചു. ഇന്നത്തെ ചടങ്ങ് നടക്കണമെങ്കിൽ ഞാനും വൈകിയും അവൾക്കൊപ്പം ഉണ്ടാവണമെന്ന്. കഷ്ടം. നമ്മൾ രണ്ടാളും കല്ലുവിനെ തെറ്റിദ്ധരിച്ചു. അവൾക്ക് സ്നേഹമില്ലെന്നും അവൾ സ്വാർത്ഥയാണെന്നും.
കാർത്തികിൻ്റെ ഒപ്പം കാറിനുള്ളിലേക്ക് കയറിക്കൊണ്ട് വൈക പറഞ്ഞു, വിഷമിക്കണ്ട, അതിനവൾ നമ്മളെ രണ്ടാളെയും പ്രായശ്ചിത്തം ചെയ്യിക്കും. വലിയ ഒരു ബഡ്ജറ്റ് അതിനായി മാറ്റിവെച്ചു. കാർത്തിക് പറഞ്ഞു. അത് സാരമില്ല, വൈക ചിരിച്ചു. മോളെ, ചടങ്ങോടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഭർത്ത വീട്ടിൽ കാലുകുത്തുകയാണെന്ന് ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങിക്കൊള്ളൂ, ദേവിക പറഞ്ഞു. ശരിയാണല്ലോ, വൈക ഉത്സാഹത്തോടെ പറഞ്ഞു. ഞാൻ ആദ്യമായി ഭർത്തൃഗ്രഹത്തിൽ വലതുകാലം വെച്ച് കയറാൻ പോകുന്നു, സ്വയം പറഞ്ഞവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കാർത്തിക് കാറ് വിട്ടു. ചന്ദ്രവിലാസിൻ്റെ മുറ്റത്ത് കാർത്തിക് കാർ തുറന്നു. ഡോർ തുറന്നിറങ്ങുമ്പോൾ വൈകിയുടെ ഹൃത്തടം ആഹ്ലാദം കൊണ്ട് കുതികുത്തി. കത്തിച്ച നിലവിളക്കും വാൽക്കണ്ടിയും അഷ്ടമംഗല്യത്തട്ടും പൂത്താലവുമായി അവരെ എതിരേക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ശോഭയം. കുളിച്ച് പട്ടുസാരി ധരിച്ച് ഒരുങ്ങിയിറങ്ങിയ കല്യാണിയും. മോളെ, ദീർഘസുമംഗലിയായിരിക്കട്ടെ, വൈകിയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് ശോഭ പറഞ്ഞു. എന്നിട്ട് നിലവിളക്ക് അകത്തേക്ക് വന്നോളൂ. വൈക നിലവിളക്കുമായി ഉള്ളിലേക്ക് കയറി. വലതുകാല് വെച്ച് അകത്ത് കയറാൻ തെല്ല് ചമ്മലോടെ നിന്ന കാർത്തികിനോടും കല്യാണി സ്വരമുയർത്തി പറഞ്ഞു. എടി, കൈയെത്തിച്ച് കല്യാണിയുടെ ചെവിയിൽ പിടിച്ച് കാർത്തിക്. കണ്ടമ്മേ, അച്ഛനോട് വഴക്കുണ്ടാക്കി രണ്ടിനെയും വീട്ടിനുള്ളിൽ കയറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം. എൻ്റെ ചെവി പിച്ചിപ്പറിച്ചെടുത്തു. കല്യാണി കെറുവിച്ച് നിന്ന അവളുടെ മുഖത്ത് കുട്ടിത്തരമായിരുന്നു. പട്ടുസാരിയും ആഭരണങ്ങളും ധരിച്ച ചെറിയ കുട്ടി. അച്ഛനോടെ അമ്മേ, കാർത്തിക് ശോഭയോട് ചോദിച്ചു. അതാ ഹാളിലെ സിറ്റിയിൽ ഒന്നിനും താല്പര്യമില്ലാത്ത മട്ടിലിരിക്കുകയായിരുന്നു വിജയചന്ദ്രൻ. ചെല്ലുമക്കളെ, ശോഭ പതിയെ പറഞ്ഞു. കാർത്തികും വൈഖിയും വിജയചന്ദ്രൻ്റെ കാൽക്കലിരുന്നു. അച്ഛാ പൊറുക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, കാർത്തിക് പറഞ്ഞു. വിജയചന്ദ്രൻ ഇരുവരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. അച്ഛനെല്ലാം പുറത്തിരിക്കുന്നു, പുറത്തിട്ടാണ് വരാൻ പറഞ്ഞതിനു മുമ്പ് തന്നെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്, പോരെ? കാർത്തികിന് മനസ്സും നിറഞ്ഞു. വൈകിക്ക് നിറഞ്ഞത് കണ്ണുകളാണ്. അച്ഛാ, ദത്തൻ്റെ വീട്ടുകാരെത്താറായില്ലേ? സമയം 10 കഴിഞ്ഞല്ലോ, കാർത്തിക് ചോദിച്ചു. അവർ ഓൺ ദ വേ ആണ്, ഇപ്പോൾ ഇങ്ങെത്തും, വിജയേന്ദ്രൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗേറ്റിൽ കാറിൻ്റെ ഹോൺ ശബ്ദം. ഒരു വെള്ള നിറമുള്ള ബെൻസ് ചന്ദ്രവിലാസ് മുറ്റത്ത് ടൈലിട്ട തറയിൽ നിന്നു. കല്യാണി വേഗം സ്റ്റെയർ കേസ് കയറി അപ്രത്യക്ഷയായി. വിജയചന്ദ്രനും ശോഭയും അതിഥികളെ സ്വീകരിക്കാൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഒപ്പം കാർത്തികും വൈകിയും. പെട്ടെന്ന് വൈക്കിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഇരമ്പി. അവൾ അതെടുത്ത് നോക്കി. SP വിൽസൺ തോമസ് ആണ്. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. സർ, വൈക താനെവിടെയാണ്? ഈസ് എ ബാഡ് ന്യൂസ് ഫോർ യു. SP സ്വരത്തിൽ വല്ലാത്തൊരു ഗൗരവം. എന്താ സർ? മിത്രയെ കാണാനില്ല. വൈക നടുങ്ങിപ്പോയി. യെസ്, ഡോക്ടർ ഹരിലാൽ വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും അവൾ മിസ്സായിരിക്കുന്നു. അധ്യായം 44. ബെൻസ് കാറിൻ്റെ ഡോറുകൾ തുറന്ന് 4 പേരും ഇറങ്ങി. പിൻസീറ്റിൽ നിന്നും ദത്തൻ്റെ അച്ഛൻ ജയമോഹനും അമ്മ അജിതയും, മുൻസീറ്റിൽ നിന്നും ദത്തനും അനുജൻ ദീനുവും. കുലീനതയുള്ള കുടുംബം. ജയമോഹൻ സ്റ്റേറ്റ് ബാങ്കിൽ ബ്രാഞ്ച് മാനേജറാണ്. അജിത കോളേജ് ലെക്ചററാണ്. വരൂ. വിജയേന്ദ്രൻ അതിഥികളെ സ്നേഹപൂർവ്വം അകത്തേക്ക് സ്വാഗതം ചെയ്തു. ക്ഷമിക്കണം, അല്പം ലേറ്റായിപ്പോയി, ജയമോഹൻ വിനയപൂർവ്വം പറഞ്ഞു. സാരമില്ല, വിജയേന്ദ്രൻ ചിരിച്ചു. വന്നോളൂ, അകത്തേക്കിരിക്കാം. ശോഭ അതിഥികളെ വീട്ടിലേക്ക് ആനയിച്ചു. ഹലോ ദത്തൻ. കാർത്തിക് ദത്തൻ്റെ കരം കവർന്നു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കാർത്തിക്. ദത്തൻ ഹൃദ്യമായി പുഞ്ചിരിച്ചു. സുമുഖനും വിനയാനിധനുമായ ദത്തൻ കല്ലുവിന് നന്നായി ചേരും. കാർത്തികിന് തൃപ്തി തോന്നി. അതിഥികൾ അരികിലെത്തിയതും പക്ഷെ വൈക അറിഞ്ഞില്ല. ഫോണിൽ സംസാരിക്കുന്ന അവൾ ഉദ്യോഗത്തോടെ SP ചോദിച്ചു. സർ, എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് അവളെ കാണാതായത്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വൈക. താൻ അങ്ങോട്ട് വന്നേക്ക്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അന്വേഷിക്കാം, SP പറഞ്ഞു. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കല്ലുവിൻ്റെ നാത്തൂൻ IPSകാരിയാണെന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചുണക്കുട്ടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. DIG ശാന്തംപിള്ള വൈഖിയെക്കുറിച്ച് വല്ല നല്ലത് പറഞ്ഞോ? കാർത്തിക് വൈഖിയെ നോക്കി. വൈക ചിരിച്ചെന്ന് വരുത്തി. മജിസ്ട്രേറ്റും പോലീസ് ഓഫീസറും ഒരുമിച്ചുള്ള വീട്ടിൽ നിന്നും പെൺകുട്ടിയെ കിട്ടുന്നത് എന്തായാലും ഞങ്ങൾക്ക് അഭിമാനം കേട്ടോ, വിജയേന്ദ്രൻ, ജയമോഹൻ പറഞ്ഞു. വിജയേന്ദ്രൻ്റെ മുഖം കൂടുതൽ തെളിഞ്ഞു. വൈക തൻ്റെ മരുമകളായതിൽ ആദ്യമായിട്ട് അയാൾ അഭിമാനിച്ചു. വൈക അപ്പോഴും ചിരിച്ചെന്ന് വരുത്തി. ഇരിക്കൂ ജയമോഹൻ. വിജയേന്ദ്രനും ശോഭയും കൂടി എല്ലാവരെയും ഹാളിലെ സിറ്റിയിലേക്ക് ഇരുത്തി. അപ്പോൾ വൈക കാർത്തികിനെ ബലമായി പിടിച്ചു നിർത്തി. കാർത്തിക്, എനിക്ക് ഉടനെ പോകണം. പോകാനോ? എവിടേക്ക്?
കാർത്തിക് അമ്പരന്നു. SP വിളിച്ചു. അർജൻറ്റാണ്. പക്ഷേ വൈക, നമ്മൾ ആദ്യമായി ഇവിടേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകാനോ? അതും ചടങ്ങ് കഴിയും മുമ്പേ. അതിനൊക്കെ നിന്നാ വൈകും കാർത്തിക്. വൈകയ്ക്ക് വെമ്മിട്ടം തോന്നി. SP വിളിച്ചാൽ തനിക്ക് പോയേ പറ്റും, എനിക്കറിയാം. പക്ഷേ എല്ലാം സ്വീകരിച്ചതും ഈ ചടങ്ങ് ഭംഗിയാക്കാനാണ്. കാർത്തിക് വിഷമത്തോടെ പറഞ്ഞു. എനിക്കറിയാം കാർത്തിക്, പക്ഷേ ഇപ്പോൾ താനിറങ്ങിയ അച്ഛനത് പ്രശ്നമാക്കിയാലോ? തന്നെയുമല്ല, തനിക്ക് വേണ്ടി ഇത്രയും പാടുപെട്ട കല്ലുവിനത് സങ്കടാവൂലേ? എല്ലാം എനിക്കറിയാം, പക്ഷെ പോയേ തരൂ. കാരണം മിത്ര മിസ്സിംഗ് ആണ്, വൈക പറഞ്ഞു. കാർത്തിക് അമ്പരന്നു. താൻ എന്താ വൈകി പറയുന്നത്? അവിടെ ഹോസ്പിറ്റലല്ലേ? ഹോസ്പിറ്റലിൽ നിന്നും കാണാതായി. എങ്ങോട്ട് പോയെന്നോ ആര് കൊണ്ടുപോയെന്നോ ഒന്നും അറിയില്ല. പരിഭ്രാന്തിക്കൊപ്പം വൈകിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. വീണ്ടും അവൾ ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടു പോയോ എന്നാണ് എൻ്റെ ഭയം. താനെന്താ അങ്ങനെ പറഞ്ഞത്? കേസ് അന്വേഷിക്കുന്ന എന്നെ കൊല്ലാനുള്ള അവരുടെ ശ്രമം പാളി. എന്നെ കൊല്ലുന്നതിനേക്കാൾ എളുപ്പം ശേഷിക്കുന്ന ഏക തെളിവ് നശിപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നിയ. അതിന് മിത്ര ജീവിച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലല്ലോ. ഒരു യഥാർത്ഥ ക്രിമിനലിന് 1000 കണ്ണുണ്ടാവും കാർത്തിക്, വൈക പറഞ്ഞു. മിത്രയുടെ ബോഡി കിട്ടാത്തിടത്തോളം കാലം നമ്മെപ്പോലെ ശത്രുക്കളും വിജിലൻ്റ് ആയിരിക്കും. SP എന്തു പറഞ്ഞു? അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞു. പ്രശ്നം ഉദ്ദേശിച്ചതിലും സങ്കീർണമാണെന്ന് കാർത്തികിന് മനസ്സിലായി. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വരൂ, നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? കാർത്തികും വൈകിയും പിന്നോക്കം നിൽക്കുന്നുണ്ട്. വിജയേന്ദ്രൻ തീരുമാനിച്ചു. തീരുമാനിക്കാം അച്ഛാ, പക്ഷെ ഒരു കാര്യമുണ്ട്, കാർത്തിക് പറഞ്ഞു. എന്താടാ? വിജയേന്ദ്രൻ നെറ്റി വിളിച്ചു. വൈകിയെ SP വിളിച്ചിരിക്കുന്നു, ഉടനെ ചെല്ലണമെന്ന്. ഉടനെ പോകാനോ? വിജയേന്ദ്രൻ ചോദിച്ചു. ഇവർ വന്നിരിക്കുന്ന കണ്ടില്ലേ? അതല്ലച്ചാ, വൈക അന്വേഷിക്കുന്ന കേസ് അച്ഛനറിയാലോ. അതിലെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രതി രക്ഷപ്പെട്ടു. മിത്ര ജീവിച്ചിരിക്കുന്നെന്ന് പറയാൻ മടിച്ചിട്ടാണ് അവൻ പ്രതിയെന്ന് പറഞ്ഞത്. വിജയേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. പ്രതി രക്ഷപ്പെട്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെന്നേ മതിയാവും. ശരി, മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വിജയേന്ദ്രൻ സമ്മതിച്ചു. താങ്ക്സ് അച്ഛാ, വൈക പറഞ്ഞു. അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. പോരുമ്പോൾ 1-2 ജോഡി ഡ്രസ്സ് ബാഗിലാക്കി കാർത്തികിൻ്റെ കാറിൽ വെച്ചിരുന്നു. അതിനൊപ്പം എപ്പോഴും കരുതാറുള്ള ഒരു ജോഡി യൂണിഫോമുണ്ട്. വൈക ആ ബാഗെടുത്ത് വേഗം കല്യാണി റൂമിലേക്ക് ചെന്നു. ഏട്ടത്തി പോവാ? കല്യാണിക്കും വിഷമമായി. അതേ മോളെ, പക്ഷേ ഏട്ടത്തിയുടെ എല്ലാ ആശംസയും മോൾക്കുണ്ട്. വൈക വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലൊരു ഉമ്മ നൽകി. വൈക വേഗം ധരിച്ചിരുന്ന പട്ടുസാരി അഴിച്ച് മടക്കി വെച്ചു. എന്നിട്ട് യൂണിഫോം ധരിച്ചു. അവൾ വേഗം താഴെ ദത്തൻ്റെ അടുത്തെത്തി. ക്ഷമിക്കണം ദത്തൻ, ഒരു അത്യാവശ്യമുണ്ട്, എനിക്ക് പോയേ പറ്റും, അവൾ പറഞ്ഞു. ഇറ്റ്സ് ഓൾ റൈറ്റ് മാഡം, ദത്തൻ പറഞ്ഞു. മാഡം അല്ല, ഏട്ടത്തി, സ്നേഹത്തോടെ വൈകത്തിരുത്തി. കല്ലുമോൾ എന്നെ അങ്ങനെയാണ് വിളിക്കുക. അവൾ പാവമാണ് കേട്ടോ, ദത്തൻ പുഞ്ചിരിച്ചു. എനിക്ക് ചടങ്ങ് മിസ് ചെയ്യും, എന്നാലും പോകാതിരിക്കാൻ വയ്യ. വരട്ടെ. വൈക ധൃതിയിൽ പുറത്തേക്കിറങ്ങി. കാർത്തികിൻ്റെ കാറെടുത്ത് അത് ഗേറ്റ് കടന്ന് പാഞ്ഞു പോകുന്ന ശബ്ദം കിട്ട് ജയമോഹൻ വിജയേന്ദ്രനെ നോക്കിന്ന് പുഞ്ചിരിച്ചു. പ്രൊഫഷണൽ എത്തിക്സ് സൂക്ഷിക്കുന്ന അപൂർവം ചില്ലരിൽ ഒരാളാണ് വൈകിയെന്ന് DIG അളിയൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് മിച്ച സമയം ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് കരുതുന്ന ഇന്നത്തെ തലമുറയ്ക്കിടയിലെ താങ്കളുടെ മരുമകൾ ഒരു അസറ്റാണ്. ഐ അപ്രീഷിയേറ്റ് യുവർ. ശരിയാണ് അച്ഛാ, ഏടത്തിയുടെ സാമർഥ്യത്തെക്കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിരിക്കുന്നു, ദത്തൻ പറഞ്ഞു. വിജയചന്ദ്രന് വീണ്ടും അഭിമാനം തോന്നി. വൈകിയുടെ ആദ്യമായി ഉള്ളിലൊരു വാത്സല്യം നിറഞ്ഞു. ഉത്സാഹത്തോടെ അയാൾ ജയമോഹനെ നോക്കി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? ജയമോഹൻ അഭിപ്രായപ്പെട്ടു. പിന്നെന്താ? വിജയേന്ദ്രൻ സമ്മതിച്ചു. ആദ്യം കല്ലുവിനെ വിളിക്കാം അല്ലേ? അതെ, മോളെ വിളിക്കാം. അവർ തമ്മിൽ കാണട്ടെ. മുകളിലാണ് മോളുടെ റൂം, ശോഭ പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം, അതല്ലേ നല്ലത്? അജിത ചോദിച്ചു. അങ്ങനെ ആവട്ടെ, വരൂ, ശോഭ ക്ഷണിച്ചു. അതിഥികൾ എഴുന്നേറ്റ് സ്റ്റെയർ കേസിന് നേർക്ക് നീങ്ങി. വൈക ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് ഉള്ളിലേക്ക് ധൃതിയിൽ ചെന്നു. ഡോക്ടർ ഹരിലാലും ഡ്യൂട്ടി റൂമിൽ SP വിൽസൺ തോമസും CI ഗോപകുമാറും ഉണ്ടായിരുന്നു. അവർ ഹരിലാലിനെയും ഡോക്ടർ അനിൽരാജിനെയും ചോദ്യം ചെയ്യുകയാണ്. ഇരുവരുടെയും മുഖത്ത് കുറ്റബോധം. സർ, SP മുമ്പിൽ സല്യൂട്ട് അടിച്ച് വൈക റിപ്പോർട്ട് ചെയ്തു. വൈക, നമ്മുടെ ലാസ്റ്റ് കച്ചിത്തുരുമ്പ് ഇപ്പോൾ ചാടിപ്പോയിരിക്കുന്നത് അറിയാലോ? അറിയാം സർ. ദെൻ വൈ ആർ യു സോ ലൈറ്റ്? ഞാൻ പാലയിലായിരുന്നു സർ. പാലയിൽ? കാർത്തികിൻ്റെ വീട്ടിൽ. SP കണ്ണുകൾ കുറുങ്ങി. ആ പ്രശ്നമെല്ലാം പരിഹരിച്ചോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായി. പരിഹരിച്ചു എന്നൊരു ഉത്തരം വൈകിയുടെ മുഖത്തും കണ്ടു. ഓക്കെ, SP കാര്യത്തിലേക്ക് മടങ്ങി നിന്നു. മിത്ര റൂമിലില്ലെന്ന് അല്പം മുമ്പാണ് ഇവർ അറിയുന്നത്. ഡ്യൂട്ടി സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ മിത്ര ഇല്ലത്രേ. SP ഡോക്ടർമാരെ നോക്കി പറഞ്ഞു.
പിന്നെ വൈകിയെ നോക്കി തുറന്നു. ഇവർ പറയുന്നത് മെമ്മറി ബ്രേക്കുള്ള ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. തനിക്കെന്ത് തോന്നുന്നു? മിത്ര അസുഖാവസ്ഥയിൽ ഇറങ്ങിപ്പോയതാണോ അതോ ഒരവസരം കിട്ടിയപ്പോൾ മനഃപൂർവ്വം ബോധപൂർവം ചാടി രക്ഷപ്പെട്ടു പോയതാണോ? മിത്രയെ ഷാനു കടത്തിക്കൊണ്ടുപോയതാവും സാർ. അതിനാണ് സാധ്യത, വൈകി പറഞ്ഞു. മിത്ര ഇനി അവനെ കാണുന്ന വിലക്കിയത് മുതൽ അവൻ അസ്വസ്ഥനായിരുന്നു. എൻ്റെ അടുത്ത് വയലൻ്റ് ആവുകയും ചെയ്തില്ലേ? നമ്മളെ തോൽപ്പിക്കാനും മിത്രയെ പോലീസിന് വിട്ടുകൊടുക്കാതിരിക്കാനും വേണ്ടി അവനവളെ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ എനിക്കുമുണ്ട്. ഡോക്ടർ എന്തു പറയുന്നു? SP ഡോക്ടർ അനിൽരാജിനെ നോക്കി. മിത്രയെ കസ്റ്റഡിയിലെടുക്കുമെന്ന് ഷാനു എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ അവളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അവന്. അവനിവിടെ വരരുതെന്ന് വിലക്കിയതോടെ മിത്ര ആപത്തിലാണെന്ന് അവൻ ഭയന്നിട്ടുണ്ടാവും. അനിൽരാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആ പത്തനാടൻ എന്നെ കാണാൻ വന്നിരുന്നു. ഷാനു ഗ്ലൂമിയായി മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. അവൻ്റെ ഏക സങ്കടം മിത്ര ആയതുകൊണ്ട് അവളെ കൊണ്ടുപോയത് അവനായിക്കൂടുന്നില്ല. പക്ഷേ എങ്ങനെ? ഡോക്ടർ ഹരിലാൽ ചോദിച്ചു. ഹോസ്പിറ്റൽ ഡ്രസ്സാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത്. ആ വേഷത്തിൽ അവൾ പുറത്തു കിടക്കാൻ സെക്യൂരിറ്റി സമ്മതിക്കുമോ? പെട്ടെന്ന് മിന്നൽ പോലെ ഒരു ഓർമ്മ വൈകിക്കുണ്ടായി. ഒരു ജോഡി ഡ്രസ്സ് മിത്രയുടെ ബെഡിനടിയിൽ ഉണ്ടായിരുന്നു ഡോക്ടർ. അത് ഷാന നൽകിയ ബർത്ത്ഡേ പ്രസൻറ്റേഷൻ ആണെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. എങ്കിൽ സംശയത്തിന് സാധ്യതയുണ്ട് വൈക. അന്വേഷണം അവൻ്റെ വീട്ടിൽ നിന്നും തന്നെ തുടങ്ങിക്കോ, SP പറഞ്ഞു. സർ, വൈക ആജ്ഞ ശിരസ വഹിച്ചു. ഗോപൻ അവളെ CAയെ വിളിച്ചു. യെസ് മാഡം. പുറത്തേക്ക് നീങ്ങിയ വൈകിക്ക് പിന്നാലെ CAയും ഇറങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ, SP എഴുന്നേറ്റു. ഇവിടെ ട്രീറ്റ്മെൻറ്റിലിരുന്ന ഒരു പേഷ്യൻറ്റിനെയാണ് കാണാതായിരുന്നത്. ന്യൂസ് പുറത്തുവിട്ട ഈ ഹോസ്പിറ്റൽ അതെങ്ങനെ ബാധിക്കുമെന്ന് അറിയാമല്ലോ. ഡോക്ടർ ഹരിലാലിൻ്റെ മുഖം വിളറി. അറിയാം ഇൻസ്പെക്ടർ, അയാൾ പറഞ്ഞു. പക്ഷേ ഇൻ ദി കേസ് മിത്ര എന്ന പേരുകാരി ഇവിടെ അഡ്മിറ്റ് ആയിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലായിരുന്നുമില്ല. ശരിയല്ലേ? SP ചോദിച്ചു. ശരിയാണ്. അതുകൊണ്ട് ഈ മിസ്സിംഗ് കേസും നമുക്ക് സീക്രട്ടാക്കാം. ഓക്കെ? ശരി സർ. ദീർഘനിശ്വാസത്തോടെ ഡോക്ടർ ഹരിലാൽ സമ്മതിച്ചു. ഇങ്ങനെയൊരു സംഭവം ഈ ഹോസ്പിറ്റലിൽ നടന്നിട്ടില്ല. ഓക്കെ? SP ഗൗരവത്തിൽ പറഞ്ഞു. ഡോക്ടർ ഹരിലാൽ അത് സമ്മതിച്ചു. പക്ഷേ ഉത്കണ്ഠയോടെ ഡോക്ടർ അനിൽരാജൻ പറഞ്ഞു. ഷാനു കൊണ്ടുപോയതാണെങ്കിൽ സാരമില്ല, നമുക്ക് കണ്ടെത്താം. പക്ഷെ തനിയെ ഇറങ്ങിപ്പോയതാണെങ്കിൽ ആപത്താണ് സാർ. ആപത്തോ? അതെ, മെമ്മറി ബ്രേക്കുള്ള കുട്ടിയാണവൾ, ഡോക്ടർ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മ തനിയെ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും ആ കുട്ടിക്ക്. മറവിയിലാണ്ട ഒരു ഗാനത്തിൻ്റെ ആദ്യ വരി ഒരാൾ മൂളിക്കൊടുക്കുമ്പോൾ ഗാനം മുഴുവൻ ഓർത്തു പാടുന്ന ഗായകനെ പോലെയാണ് അവൾ. എല്ലാം ഉള്ളിലുണ്ട്, പക്ഷേ തുടങ്ങിക്കൊടുക്കാൻ ഒരാളടുത്ത് വേണം. ഷാനു അങ്ങനെയാണ് അവളോട് സംസാരിച്ചിരുന്നത്. അതൊക്കെ അവളുടെ അടവായിരുന്നെങ്കിലോ? SP ചോദിച്ചു. അവൾ എത്ര അടവെടുത്താലും ടെസ്റ്റ് റിസൾട്ടുകൾ കള്ളം പറയില്ല സർ, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. ഞങ്ങളുടെ നോട്ടത്തിൽ മിത്ര ഇപ്പോൾ സിമ്പതി അർഹിക്കുന്ന പേഷ്യൻ്റ് അല്ല, ശിക്ഷ അറിയിക്കുന്ന ക്രിമിനലാണ്. SP കൂടുതൽ ഗൗരവത്തിലായി. സർ, ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഇനിയും പൂർത്തിയായിട്ടില്ല, ഹരിലാൽ പറഞ്ഞു. ഇനി അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെയല്ല, പോലീസ് സ്റ്റേഷനിലാണ്. SP എഴുന്നേറ്റു. മറന്നുപോയ ഗാനത്തിൻ്റെ പല്ലവിയൊക്കെ പാടിക്കൊടുക്കാൻ അവിടെ ആളുണ്ട്, പോരെ? ഡോക്ടർമാർ സ്തംഭരായി നിൽക്കെ SP പുറത്തേക്കിറങ്ങി. ഡ്രൈവിങ്ങിനിടയിൽ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലേക്കൊന്ന് നോക്കിയിട്ട് അവറാച്ചൻ ചോദിച്ചു. കോട്ടയം ടൗണിലെത്തി. കുട്ടിക്ക് എവിടെ ഇറങ്ങേണ്ടത്? മധ്യവയസ്കനായ അവറാച്ചൻ്റെ മുഖത്ത് നോക്കിയിട്ട് മിത്ര പറഞ്ഞു. എനിക്കെൻ്റെ വീട്ടിലിറങ്ങേണ്ടത്. വീട്ടിലോ? ഇതിൽ കയറിയിട്ട് കുട്ടി പറഞ്ഞത് കോട്ടയം ടൗണിൽ പോകണമെന്നല്ലേ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അതെ. കുട്ടിയുടെ വീട് ടൗണിലാണോ? അതെ. ടൗണിലെവിടെയാ? അവറാച്ചൻ ചോദിച്ചു. ടൗണിൽ മിത്ര ആവുന്നത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഓർമ്മ കിട്ടില്ല. അവൾ നാലുപാട് നോക്കി. എവിടെയാണ് തൻ്റെ വീട്? അവറാച്ചൻ അവളെ സൂക്ഷിച്ചു നോക്കി. സുന്ദരിക്കുട്ടി, പക്ഷേ പന്തികേടാണല്ലോ. അധ്യായം 45. ഏറ്റുമാനൂരിൽ നിന്നും മാതാ ഹോസ്പിറ്റലിലേക്ക് ഓട്ടം വന്നതാണ് അവറാച്ചൻ. ഒരു രോഗിയും 2 ബന്ധുക്കളും ഉണ്ടായിരുന്നു ഓട്ടോയിൽ. അവരിറങ്ങിക്കഴിഞ്ഞ് വണ്ടി തിരിച്ചു വിടാനൊരുങ്ങുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് കയറിയത്. കോട്ടയത്തിന് പോകണം. നല്ലൊരു ഓട്ടം കിട്ടിയ സന്തോഷത്തോടെ അവറാച്ചൻ കോട്ടയത്തേക്ക് വണ്ടി വിട്ടു. പക്ഷെ അതിങ്ങനെ ഒരു പുലിവാലാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. വീട് എവിടെയാണെന്ന് പറ കൊച്ചേ, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ, അവറാച്ചൻ പറഞ്ഞു. ഇവിടെയാ? ഇവിടെ തന്നെ, മിത്ര പറഞ്ഞു. എന്നാൽ വീട്ടുപേര് പറ. എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ പേര് പറ. വീട്ടുപേര് അത് മിത്ര ഓർമ്മയിൽ തപ്പി. എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ പേര് പറ. മിത്ര അപ്പോഴും
മിഴിച്ചിരുന്നു. കൊച്ചിനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ പേര് പറ. മിത്രയ്ക്ക് ഓർമ്മ കിട്ടിയില്ല. എന്നാൽ കൊച്ചിവിടെ ഇറങ്ങിക്കോ, എന്നെ മെനക്കെടുത്താതെ. അവറാച്ചന് അരിശം വന്നു. എനിക്കിവിടെ അല്ല ഇറങ്ങേണ്ടത്, എൻ്റെ വീട്ടിലാണ്, മിത്ര വീണ്ടും പറഞ്ഞു. ഇറങ്ങാതെ ഓട്ടോയിൽ തന്നെ ഇരുന്നു. അവറാച്ചൻ വെട്ടിലായതുപോലെ അവളെ നോക്കി. കുട്ടി ഹോസ്പിറ്റലിൽ കാണാൻ ആരെ കാണാനാണ് പോയത്? അയാൾ ചോദിച്ചു. ആരെയും കാണാൻ പോയതല്ല, പിന്നെ ഞാനവിടെ അഡ്മിറ്റായിരുന്നു. എന്താ പറ്റിയത്? അപകടത്തിൽപ്പെട്ടതാ. ഞാൻ വീണു. എന്നിട്ട് കൊച്ചിൻ്റെ കൂടെ ആരുമില്ലേ? ഉണ്ട്, അവരവിടെ ഉണ്ട്. അവർ വീട്ടിലേക്ക് പോയി. ഞാൻ അവരെ കാണാൻ പോവുക. ഇത് വലിയ പൊല്ലാപ്പായാലോ. കൊച്ചിന് വീട്ടിലെ നമ്പർ അറിയത്തില്ലേ? അതൊന്നും തന്നെ, ഞാൻ വീട്ടിലേക്ക് വിളിക്കാം. നമ്പർ ഓർക്കുന്നില്ല ചേട്ടാ. കൊച്ചിൻ്റെ മൊബൈലുണ്ടോ? ഉണ്ടല്ലോ. ചുരുട്ടി പിടിച്ചിരുന്ന വലതുകരം മിത്ര പെട്ടെന്ന് നിർത്തി. അതിൽ ഷാനോ അവൾക്ക് നൽകിയ പുതിയ മൊബൈലുണ്ടായിരുന്നു. അവറാച്ചന് ആശ്വാസമായി. നോക്കോച്ചേ, അതിൽ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ കാണും. മിത്ര മൊബൈൽ ഓണാക്കി പരിശോധിച്ച് നോക്കി. അതിൽ പേരുകളോ നമ്പറുകളോ ഒന്നും ഫീൽഡ് ചെയ്തിരുന്നില്ല. അവറാച്ചൻ അത് നോക്കി. കോൾ ലോഗിൽ ഒരു ഡയൽഡ് നമ്പർ മാത്രമുണ്ട്, പേരില്ല. അയാൾ നമ്പർ വായിച്ചു. 9747725351. കൊച്ചു ഡയൽ ചെയ്ത നമ്പറാണല്ലോ. ഇത് ആരുടേതാ? അവറാച്ചൻ ചോദിച്ചു. മിത്ര ആ നമ്പർ ആവർത്തിച്ചുരുവിട്ടു. അവളുടെ ഓർമ്മയിലേക്ക് ഒരു മുഖം വ്യക്തമായി വന്നു. ഷാനോ. ഇത് ഷായുടേതാ, അവൾ പറഞ്ഞു. ഷായോ? അതാരാ കൊച്ചേ? അവറാച്ചൻ ചോദിച്ചു. എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാ, അവൾ അറിയിച്ചു. എന്നാൽ വേഗം വിളിക്ക്, ആ കൊച്ചൻ വരട്ടെ. അവറാച്ചൻ മൊബൈൽ തിരിച്ചു കൊടുത്തു. മിത്ര ഷാനുവിൻ്റെ നമ്പറിൽ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവറാച്ചനാകെ വിഷമിച്ചു. ആ കൊച്ചൻ്റെ വീടെവിടാ? മുളന്തുരുത്തിയിലാണ്. ഞാൻ ഷായ അന്വേഷിച്ചിറങ്ങിയതാ. എനിക്ക് അവരുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. മിത്രയ്ക്ക് ഓർമ്മ വന്നു. എന്നാൽ കൊച്ചൊരു കാര്യം ചെയ്യും, ഇതേ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ്, അവിടെ ഇറങ്ങിക്കോ. അവിടുന്ന് എറണാകുളം വിട്ടു. അതിൽ നിന്ന് കയറിയാൽ മുളന്തുരുത്തിയിൽ ഇറങ്ങാം. ശരി, മിത്ര സമ്മതിച്ചു. അവറാച്ചന് ആശ്വാസമായി. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, കാണാൻ നല്ല ചേരും. തലയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പുലിവാലായാലോ. ബസ് സ്റ്റാൻഡിൻ്റെ അരികിൽ ഓട്ടോറിക്ഷയിൽ നിന്നും മിത്ര ഇറങ്ങി. 100 രൂപ, അവറാച്ചൻ കൂലി പറഞ്ഞു. 100 രൂപയോ? മിത്രയുടെ മുഖം മ്ലാനമായി. എൻ്റെ കയ്യിലിപ്പോൾ പണമില്ല ചേട്ടാ. ആകെ നാശമല്ലോ. അവറാച്ചന് ദേഷ്യവും നിരാശയായി. ഇതൊരു വട്ടുകേസ് തന്നെ. ഇനിയും നിന്നാൽ മുളന്തുരുത്തിയിൽ കൊണ്ടുവിടണമെന്ന് ഇവള് ഷടിച്ചാലോ. അയാൾ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി പാഞ്ഞുപോയി. മിത്ര ബസ് സ്റ്റാൻഡിലേക്ക് ധൃതിയിൽ ചെന്ന് എറണാകുളം ബോർഡ് വെച്ച ഒരു സൂപ്പർ ഫാസ്റ്റിൽ കയറിയിരുന്നു. അവളുടെ നെഞ്ചിലപ്പോൾ ഷാനുവിനെ കാണാനുള്ള അഭിനിവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് വണ്ടി ഗേറ്റ് കടന്ന് പ്രസാദ പത്തനാടനെ ടൈലിട്ട വീട്ടുമുറ്റത്തെത്തി. വൈകിയും CI ഗോപകുമാറും ഇറങ്ങി. പത്തനാടനും ഓമനയും അമ്പരന്ന് പോയി. ഇനി എന്നതാ സാറുമാരെ കേസ്? സമാധാനമായിട്ടൊന്നിരിക്കാൻ നിങ്ങൾ സമ്മതിക്കല്ലേ? പത്തനാടൻ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. എന്താ പത്തനാടൻ, കളി കാര്യമായിട്ട് തന്നെ വേണോ? വേണേ അങ്ങനെ തന്നെ ആവാം, CI ഗോപകുമാർ ഗൗരവത്തിൽ പറഞ്ഞു. നിങ്ങൾ പോലീസല്ലേ? കളി കാര്യമാക്കാനും കാര്യം കളിയാക്കാനും നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. പത്തനാടനും വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ വന്ന കാര്യം പറ, അത് നടക്കട്ടെ. ഷാനോയുടെ വൈകി ശബ്ദമുയർത്തി. മുകളിലുണ്ട്, അവൻ്റെ മുറിയിൽ. അവൻ്റെ കൂടെ ആരുണ്ട്? ആരുമില്ല. എപ്പോഴാണ് അവനിന്ന് പുറത്തു പോയത്? മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണ്ടേ മാഡം പുറത്തു പോകാൻ? എന്താ പറഞ്ഞത്? CI ശബ്ദമുയർത്തി. എൻ്റെ സാറന്മാരെ, നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞാനവനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലേ? പത്തനാടൻ പറഞ്ഞു. അന്ന് മുകളിലോട്ട് കയറിപ്പോയതാണവൻ, പിന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യാഗ്രഹ, ഉണ്ണുകയില്ല, ഉറങ്ങുകയില്ല, കുളിക്കുകയില്ല, ഇതൊന്നുമല്ല. മനസമാധാനത്തോടെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല. എന്താ കാര്യം? എന്നതാന്നോ? പൊന്നെ പൊടിയെന്ന് കരുതി വളർത്തിയതാ. ഒന്നിനെയല്ലേ ദൈവം തന്നുള്ളൂ. അവനിപ്പം ഞങ്ങളെയല്ല കാര്യം, മറ്റവളെയാ. ഏത് മറ്റവൾ? അവനെ വരുത്തി വശീകരിച്ചെടുത്തില്ലായിരുന്നോ? ദേ ഈ മേഡത്തിൻ്റെ അനിയത്തി. പത്തനാടൻ വൈകിക്ക് നേരെ വിരൽ ചൂണ്ടി. ഓമന എല്ലാം കേട്ടുകൊണ്ട് മാറിയെന്ന് കണ്ണു തുടക്കായിരുന്നു. നിങ്ങൾ കാര്യം പറ, CI ശോഭിച്ചു. എന്തോന്ന് പറയാനാ സാറേ, അവനിപ്പോൾ ആ പെണ്ണിനെ കിട്ടണം. വൈക നടുക്കത്തോടെ CI നോക്കി. മിത്ര ജീവിച്ചിരിക്കുന്നെന്ന് ഷാനു ഇയാളോട് പറഞ്ഞു. അല്ല, അതിനാ പെണ്ണ് മരിച്ചു പോയില്ലേ പത്തനാടൻ? ആദ്യം കേട്ട് മരിച്ചുപോയെന്ന്, ഇപ്പോൾ കേൾക്കുന്നു ജീവനോടെ ഉണ്ടെന്ന്. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞാലെന്താ, അവൾ ജീവനോടെ ഉണ്ട് എന്ന് മാത്രമല്ല അലവലാതിത്തരം കാണിച്ച് നടന്നല്ലേ.
അതുകൊണ്ട് വയറ്റിലുമുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ മോന് പ്രശ്നമല്ലെന്ന് പത്തനാടൻ രോക്ഷത്തോടെ തുറന്നു. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഞാനും ഓമനയും പറഞ്ഞു. കണ്ടോൻ്റെ കൊച്ചിനെ തന്തയാക്കാനല്ല ഞാൻ അവനെ വളർത്തിയത്. അത് പറഞ്ഞപ്പോൾ തൊട്ടുള്ള സത്യാഗ്രഹവും നിരാഹാരവും അവിടെ കിടന്ന് ചാട്ടെ, കൂടെ ഞങ്ങളും ചാകും, അത്രയല്ലേ ഉള്ളൂ. ശൗര്യം പുറത്തു കാട്ടുന്നുണ്ടെങ്കിലും പത്തനാടൻ്റെ തൊണ്ടയിടറി. വൈകിക്കും തോന്നി അയാൾ പറയുന്നതും സത്യമാണെന്ന്. ഷാനു ശരിക്കും ഭ്രാന്ത് കാണിക്കുന്നുണ്ട് ഗോപ. അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുമില്ല. വൈഗ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മിത്ര ശത്രുവിൻ്റെ കയ്യിൽപ്പെട്ടാലും തനിയെ ഇറങ്ങിപ്പോയാലും അപകടമല്ല മേഡം. ശരിയാണ്, വൈഗ സമ്മതിച്ചു. ശത്രുവിൻ്റെ കയ്യിൽപ്പെട്ട അവളെ നമുക്ക് ജീവനോടെ കിട്ടില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുവിട്ടു. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നേഴ്സിന് മുഴുവൻ പുസ്തകങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസങ്ങൾ കൊണ്ട് അവർക്കെല്ലാവർക്കും എത്തും. എത്തിയാൽ ഉടനെ തന്നെ എനിക്ക് മറുപടി അയക്കണം. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.